അതിലിപ്പോൾ കുറച്ച് റിപ്പയർസ് മെയിൻ്റനൻസ് ഒക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ടൊരു സീ ട്രയൽ നടത്തിയപ്പോൾ അത് തിരിച്ചു വന്ന് അകത്ത് കയറുന്നതിനെ കൺട്രോൾ ചെയ്ത് അതിനുള്ള കഴിവില്ലാതെ ആയിപ്പോയി. അത് വന്ന് ഈ ബ്രേക്ക് വാട്ടറിൽ, അതായത് ഇതിൻ്റെ മതിൽ കെട്ടി വെച്ചിട്ടുണ്ടല്ലോ അപ്പോൾ തിരയും വരാതിരിക്കും, അതിൽ പുറത്തൊന്ന് വന്ന് ഇടിച്ച് അവിടെ മുങ്ങിപ്പോയി. അത് കപ്പൽ മുങ്ങി. അപ്പോൾ ഈ കപ്പലുകൾ ഇതുപോലെ കടലിലേക്ക് താഴ്ന്നു പോകുന്നത് പിന്നീട് എടുക്കുക അത്ര എളുപ്പമല്ല. പുറത്താണെങ്കിൽ വലിയ ബുദ്ധിമുട്ടാണ്. തിര കൂടുതലുള്ള സ്ഥലത്താണെങ്കിൽ വലിയ ബുദ്ധിമുട്ടാണ്. അല്ലെങ്കിൽ അതുപോലെ എക്സ്പെൻസീവ് ആയിട്ടുള്ള കാർഗോയൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ അത് പൊക്കിയെടുത്താലും മുതലേ ഇതിപ്പോൾ ഇരുമ്പല്ലേ ഉള്ളൂ. ഇരുമ്പ് പൊക്കിയെടുത്ത് ഈ ഇത് കൊണ്ടുവന്ന് അതിൻ്റെ ചിലവും ഈ അണ്ടർ വാട്ടർ കട്ട് ചെയ്തെടുക്കണം. അണ്ടർ വാട്ടർ കട്ടിങ് എന്ന് പറയുന്നത് ഈ ബ്ലോ ടോർച്ച് വെച്ച് വെള്ളത്തിൻ്റെ താഴെ നിന്ന് ഇത് പീസാക്കിയിട്ടൊക്കെ വേണ്ട പൊക്കിയെടുക്കാൻ. അത് ഭയങ്കര എക്സ്പെൻസീവാണ്. അത് ലോറി കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ വലിയ ചിലവാകും, അത് മുതലാകില്ല. വാഗൺ അന്നത്തെ പോലെ റെയിൽവേ അന്ന് എഫിഷ്യൻ്റ് ആയിട്ടില്ല. അപ്പോൾ ഒരു വാഗൺ അയച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ 6 മാസം കഴിഞ്ഞ് എത്തി, അല്ലെങ്കിൽ അത് ലോറീസ് അതിലോ അതിലെടുത്തും പോയി കിടക്കും. നമസ്കാരം, മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ശ്രീ കെ ജി കുരുവിള. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം ഇക്കഴിഞ്ഞ ദിവസം രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭാരതത്തിന് വേണ്ടി സമർപ്പിച്ചു. ഇതിനെ തുടർന്ന് വിഴിഞ്ഞം തുറമുഖവുമായി ബന്ധപ്പെട്ട ഒട്ടനവധി വസ്തുതകളും പിൻകാല ചരിത്രവും മലയാളത്തിലെ മാധ്യമങ്ങൾ ചികഞ്ഞു. എന്നാൽ ആരും പരാമർശിക്കാതെ പോയ ചരിത്ര സത്യമായി ഇന്നും നിലനിൽക്കുന്ന വലിയൊരു സംഭവമുണ്ട്. 1991-92 കാലഘട്ടം. അന്ന് വിഴിഞ്ഞം ഫിഷിംഗ് ഹാർബർ വിഴിഞ്ഞം കൊമേഴ്ഷ്യൽ പോർട്ടായി ഡിക്ലെയർ ചെയ്ത ഒരു സംഭവം. അതിന് പിന്നിലെ ചരിത്ര വസ്തുതകൾ വിശകലനം ചെയ്യുകയാണ് ശ്രീ കെ ജി കുരുവിള. പാലാ കയ്യാലയ്ക്കകം കുടുംബാംഗമായ കെ ജി കുരുവിളയുടെ സംഭവ ബഹുലമായൊരു ജീവിതം. തിരുവനന്തപുരത്തേക്ക് 1970കളിൽ കുടിയേറിയ അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ ശ്രമഫലമായി ആലപ്പുഴയിലുള്ള ഒരു ഫാക്ടറി, ആ ഫാക്ടറിയോടനുബന്ധിച്ചുള്ള ചില യാഥാർത്ഥ്യങ്ങൾ, ആ ചരിത്ര വസ്തുതകളിലൂടെ നമുക്കൊന്ന് സഞ്ചരിക്കാം. ഇത് 5 പതിറ്റാണ്ട് പിന്നോട്ട് പോയി. പിന്നീട് 1992 വിഴിഞ്ഞം കൊമേഴ്ഷ്യൽ പോർട്ട് എന്ന വലിയൊരു ആശയം, അത് കൊമേഴ്ഷ്യൽ പോർട്ടായി ഡിക്ലെയർ ചെയ്ത എം വി രാഘവൻ്റെ കഥയാണ്. അത്തരമൊരു തീരുമാനത്തിന് പിന്നിൽ പ്രവർത്തിച്ച തച്ചടി പ്രഭാകരൻ എന്നൊരു മഹാരഥൻ്റെ പരിശ്രമങ്ങളുടെ കഥയാണ്. ഒപ്പം കെ ജി കുരുവിള എന്ന കഠിനാധ്വാനിയായ കർഷകൻ, വ്യവസായി, ഒരു ഫാക്ടറി സംരംഭകൻ, അങ്ങനെ ഒരുപാട് ബഹുമതികൾ അദ്ദേഹത്തിനുമുണ്ട്. നമുക്ക് ആ ചരിത്ര പശ്ചാത്തലത്തിലേക്കൊന്ന് പോകാം. അങ്ങയുടെ ഒരു ഫാക്ടറിയുമായി ബന്ധപ്പെട്ട ഒരു ആവശ്യം, അങ്ങയുടെ പിതാവ് ആലപ്പുഴയിൽ തുടങ്ങിയ ഫാക്ടറി, അതെ, ഒരു ജോയിൻറ്റ് സെക്ടർ ഫാക്ടറി ഉണ്ടായിരുന്നു. അതിൻ്റെ വിശദാംശങ്ങളിൽ നിന്ന് നമുക്ക് വിഴിഞ്ഞം പോർട്ടിലേക്കൊന്ന് വരാം. അപ്പോൾ നമ്മുടെ പ്രേക്ഷകർക്ക് ഒരു ചരിത്രപരമായ ഒരു വിശകലനം നടത്താൻ കഴിയും. ആലപ്പുഴ മൊറാർജി കെമിക്കൽസ് എന്നാണ് അത് അറിയുന്നത്. പ്രീമിയർ മൊറാർജി കെമിക്കൽ കമ്പനി എന്നാണ് ആ കമ്പനിയുടെ പേര്. ബോംബെ ഗുജറാത്തി ഒരു ധരംസിംഗ് മൊറാർജി, അവരാണ് ഇന്ത്യയിലെ ഈ ആലം ഉണ്ടാക്കുന്നതിലെ ബിഗസ്റ്റ്. ആലം എന്ന് പറയുന്നത് വാട്ടർ പ്യൂരിഫിക്കേഷനും പൊല്യൂഷൻ ട്രീറ്റ്മെൻറ്റിനൊക്കെ യൂസ് ചെയ്യുന്ന കെമിക്കലാണ്. അപ്പോൾ അതിന് അവരുടെ കൊളാബറേഷൻ വന്നുകൊണ്ടാണ് ഈ മൊറാർജി എന്നുള്ള പേരിൻ്റെ കൂടെ വന്നത്. അപ്പോൾ അതൊരു ജോയിൻറ്റ് സെക്ടർ പ്രോജക്റ്റ് ആയിരുന്നത്. എൻ്റെ അച്ഛനായിരുന്നു അതിൻ്റെ ചെയർമാൻ ഡയറക്ടറായിട്ടാണ് അത് പ്രൊമോട്ട് ചെയ്ത് വന്നത്. അപ്പോൾ അതിൻ്റെ മെയിൻ റോ മെറ്റീരിയൽ ബോക്സൈറ്റ് ആയിരുന്നു. അപ്പോൾ ഈ ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ഗ്രേഡിലുള്ള ആലം ഉണ്ടാക്കണമെങ്കിൽ 55% Al2O3യും 2% താഴെ അയണും ഉള്ള ബോക്സൈറ്റ് വേണം. അത് അന്നത്തെ ഇതനുസരിച്ച് കേരളത്തിലില്ല. ഗുജറാത്തിൽ ജാംനഗറിൽ നിന്ന് വരണത്. അത് ലോറി കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ വലിയ ചിലവാകും, അത് മുതലാകില്ല. വാഗൺ അന്നത്തെ പോലെ റെയിൽവേ അന്ന് എഫിഷ്യൻ്റ് ആയിട്ടില്ല. അപ്പോൾ ഒരു വാഗൺ അയച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ 6 മാസം കഴിഞ്ഞ് എത്തി, അല്ലെങ്കിൽ അത് ലോറീസ് അതിലോ അതിലെടുത്തും പോയി കിടക്കും. പിന്നെ അത് വരുമ്പം ഒരുപാട് താമസിക്കും. അതുകൊണ്ട് ഇത് ഷിപ്പിൽ കൊണ്ടുവരിക എന്നൊരു ഐഡിയ അന്നേരം മനസ്സിൽ വന്നു. ഞങ്ങളത് ട്രൈ ചെയ്യാനായിട്ട് ശ്രമം നടത്തി. കൊച്ചിൻ ഹാർബറിൽ കൊണ്ടുവരിക, ആ പോർട്ട് ചാർജസ് വലിയ എക്സ്പെൻസീവ് ആവും. പിന്നെ എല്ലാം ആലപ്പുഴ ഇറക്കണം, അല്ലെങ്കിൽ വലിയ തുറ ഇറക്കണം. അത് രണ്ടും ഓപ്പൺ സീയിലാണ് ഷിപ്പ് വന്ന് അടുക്കാനും അത് കുറച്ച് സീ റഫായി കഴിഞ്ഞാൽ അൺലോഡ് ചെയ്യാനും ഒക്കെ ബുദ്ധിമുട്ട് വരും. അപ്പോൾ ഈ വിഴിഞ്ഞമാണ് അകത്ത് കയറ്റാവുന്ന ഒരു സ്ഥലമുള്ളൂ. പക്ഷേ അത് കമേർഷ്യൽ പോർട്ടല്ല, ഫിഷിംഗ് ഹാർബറാണ്. കമേർഷ്യൽ പോർട്ടാകാതെ അവിടെ കസ്റ്റംസ് വരത്തില്ല. കസ്റ്റംസ് ഇല്ലാതെ ഷിപ്പേലൊരു സാധനം കയറ്റുകയോ ഇറക്കുകയോ ഇത് പുറത്തോട്ട് കൊണ്ടുപോവുകയോ ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഇതിന്ന് കമേർഷ്യൽ പോർട്ടാക്കാൻ എന്താ വഴിയെന്ന് നോക്കി ആലോചിച്ചുകൊണ്ട് അങ്ങനെ ഇരിക്കുമ്പോൾ ഈ കേരള പോലീസിൽ വലിയ ഒരു പ്രതിഭാസമായിരുന്ന
പരമശിവൻ നായർ പൂജപ്പുര ഉള്ള അദ്ദേഹത്തിൻ്റെ മകൻ ഒരു ഡോക്ടർ അശോകനുണ്ട്. അപ്പോൾ അശോകനായിട്ട് ഞാൻ വളരെ ക്ലോസ്, ഞങ്ങൾ വളരെ അടുത്ത് ഇടപഴകുന്ന ആളുകൾ. അപ്പോൾ അദ്ദേഹത്തോട് ഇത് പറഞ്ഞപ്പോൾ പറഞ്ഞ് ഇങ്ങനെ അദ്ദേഹത്തിന് ഈ തച്ചടി പ്രഭാകരൻ സാറുമായിട്ട് കോണ്ടാക്റ്റ് ഉണ്ട്. അപ്പോൾ അദ്ദേഹത്തെ കൂട്ടിയായി അവരോട് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് കാര്യവും നടത്തിയെടുക്കാൻ ഇത്രയും കപ്പാസിറ്റി ഉള്ള ഒരു രാഷ്ട്രീയ നേതാവില്ല, അതുകൊണ്ട് നമുക്കൊന്ന് അപ്രോച്ച് ചെയ്യാം എന്ന് പറഞ്ഞ് അങ്ങനെ ബിജു വഴി ഈ കഴിഞ്ഞ ആഴ്ച റിട്ടയർ ചെയ്ത ബിജു പ്രഭാകർ വഴി അദ്ദേഹമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇങ്ങനെ ഈ പുതുതായിട്ട് പാർട്ടി ഉണ്ടായി മന്ത്രി MP രാഘവൻ അന്ന് മന്ത്രിയായതുള്ളപ്പോൾ അദ്ദേഹത്തിൻ്റെ 91 കർണാടക മന്ത്രിസഭയിലാണ് അദ്ദേഹം മന്ത്രിയാകുന്നത്. 92 ആ സമയത്താണ് ഞങ്ങളിതും കൊണ്ട് അദ്ദേഹത്തിനിടയ്ക്ക് ചെല്ലുന്നത്. അപ്പോൾ പറഞ്ഞു MP ആറിനോട് ഞാൻ പറയാം, അങ്ങനെ ഇങ്ങനെ ഒരു പാർട്ടിയുടെ എന്തോ മീറ്റിങ്ങൊക്കെ ഉണ്ട്, നിങ്ങൾ പോയി വേണ്ട പോലെ കണ്ടാൽ മതി, അദ്ദേഹത്തിന് എല്ലാവർക്കും രാഷ്ട്രീയമല്ലേ, അപ്പോൾ ആവശ്യങ്ങളുണ്ടല്ലോ. അപ്പോൾ രണ്ടാമത് ഞങ്ങളെ പറഞ്ഞ പോലെ പോയി കണ്ടു അദ്ദേഹം എല്ലാം ശരിയാക്കാമെന്ന് പറഞ്ഞു. എന്നിട്ട് 2 ആഴ്ച കഴിഞ്ഞിട്ടൊന്നും നടന്നില്ല. അപ്പം വീണ്ടും 2 ആഴ്ച കഴിഞ്ഞ് ചെന്നപ്പോഴത്തേക്ക് ഇങ്ങനെ അശോകൻ അദ്ദേഹത്തോട് പറഞ്ഞു ഇങ്ങനെ തച്ചടി സാറ് പറഞ്ഞിട്ട് ഞങ്ങളൊന്ന് വന്ന് കണ്ടതാണ്, അപ്പോൾ ഇതെല്ലാം ശരിയാക്കിയേക്കാമെന്ന് പറഞ്ഞാണ്, ഇതുവരെ നടന്നിട്ടില്ല എന്ന് പറഞ്ഞപ്പം പിന്നെ പെട്ടെന്ന് 2 ആഴ്ചക്കകത്ത് അങ്ങനെ ഇത് കമേഴ്ഷ്യൽ പോർട്ടായിട്ട് ഡിക്ലെയർ ചെയ്തു. അങ്ങനെ ഒരു വിഴിഞ്ഞം ഫിഷിംഗ് ഹാർബർ കൊമേഴ്ഷ്യൽ പോർട്ടായി MP രാഘവൻ ഡിക്ലെയർ ചെയ്യുന്നു 1992. ഇതൊരു ചരിത്രപരമായ സംഭവമായിരുന്നു. അതിന് പിന്നാലെ ശ്രീ KG അത് കഴിഞ്ഞിട്ട് ഇത് ഷിപ്പ് ഇത് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ബോക്സൈറ്റ് കൊണ്ടുവരാൻ വേണ്ടി നമ്മളൊരു ഷിപ്പ് മേടിച്ചു. പ്രേക്ഷകർക്ക് ഒരു കൗതുകത്തിന് വേണ്ടി അത് കഴിഞ്ഞ് ശ്രീ KG കുരുവിള ഒരു കപ്പൽ വാങ്ങി വിഴിഞ്ഞത്ത് എത്തിച്ചു. പക്ഷേ ദൗർഭാഗ്യവശാൽ വിഴിഞ്ഞം ഹാർബറിൽ ഇപ്പോഴും ആ കപ്പൽ മുങ്ങിക്കിടപ്പുണ്ട്. അതിന്റെ കഥയിലേക്ക് നമുക്ക് പിന്നാലെ വരാം. 92 പിന്നീട് എന്താണ് സംഭവിച്ചത്? 92 ഇതിന്റെ ഓപ്പറേഷൻസ് തുടങ്ങിയപ്പോൾ പിന്നെ ഇത് ഗുജറാത്തിൽ നിന്ന് അറേഞ്ച് ചെയ്ത് ഇവിടെ കൊണ്ടുവരുന്ന അൺലോഡ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ കസ്റ്റംസ് വന്നു. അപ്പോൾ പിന്നെ മാലിയിൽ നിന്ന് ഷിപ്സ് വരാൻ തുടങ്ങി. കൊച്ചിയിലെ കാർബൺ യൂണിവേഴ്സിറ്റിക്കാർ ബോക്സൈറ്റ് തന്നെ കൊണ്ടുവന്നു. അപ്പം നമുക്ക് ഇത് അറേഞ്ച് ചെയ്ത് വരാനായിട്ട് കുറച്ച് സമയം എടുത്ത്, സാമ്പത്തികം ഉണ്ടായിരുന്നു, ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇതെല്ലാം കൂടെ ഒപ്പിച്ച് കൊണ്ടുവരണ്ടേ. അപ്പോൾ ബോക്സൈറ്റ് വന്നു തുടങ്ങി. വിഴിഞ്ഞത്തുനിന്ന് മാലിയിൽ നിന്ന് ഷിപ്സ് വരാൻ തുടങ്ങി. ഇതെല്ലാം വിഴിഞ്ഞത്തേക്ക് വരാൻ തുടങ്ങി. അപ്പോഴേ തുടങ്ങി കമേഴ്ഷ്യൽ. കാരണം മാലിയിൽ നിന്ന് വരുന്നതിൻ്റെ കാര്യം, മാലിയിൽ നിന്ന് തൂത്തുക്കുടിയിൽ നിന്നാണ് മാലിക്ക് വേണ്ട. അവിടെ മാലിയിൽ കുടിക്കാനുള്ള വെള്ളം പോലും ഇല്ല. റെയിൻ വാട്ടർ പിടിച്ചേ പറ്റത്തുള്ളൂ, അല്ലാതെ ഫ്രഷ് വാട്ടർ ഇല്ല. ഒരു ടൊമാറ്റോയ്ക്ക് മാലിയിൽ ഒരു ടൊമാറ്റോയ്ക്ക് അന്നത്തെ വിലയ്ക്ക് 10 രൂപ കൊടുക്കണം. ഇവിടെ 1 കിലോയ്ക്ക് 5 രൂപയേ ഉള്ളൂ. അപ്പോൾ ഇവിടെ നിന്ന് വിഴിഞ്ഞത്തുനിന്ന് ഇത് അങ്ങോട്ട് കൊണ്ടുപോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ 18 മണിക്കൂർ കൊണ്ട് അവിടെ ചെല്ലും. നേരെ മറിച്ച് തൂത്തുക്കുടിയിൽ നിന്ന് പോയി കഴിഞ്ഞാൽ ഇത് ശ്രീലങ്ക ചുറ്റി മാലി വരുമ്പോൾ 3 ദിവസം കഴിയും. അപ്പോൾ ഇത് ഇവിടെ നിന്ന് ഓപ്പറേറ്റ് ചെയ്ത വലിയ മണൽ അന്ന് മണൽ വരുന്നതിന് തടസ്സമില്ല. മണൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ അവിടെ കടലിൽ മണൽ വാരി കഴിഞ്ഞാൽ ഐലൻഡ് താന്നു പോകില്ല. ഇന്നിപ്പോൾ മഹാ കണ്ടുപിടുത്തങ്ങളായി അവതരിപ്പിക്കുന്ന പലതും 1992 അങ്ങയുടെ നേതൃത്വത്തിൽ അല്ലെങ്കിൽ അങ്ങ് ഉൾപ്പെടുന്ന ഒരു വിദഗ്ധ അവിടെ നിന്നാണ് നമ്മുടെ ഇതിന്റെ ഭാഗമായിട്ടാണ് അന്ന് ഇത് കമേഴ്ഷ്യൽ പോർട്ടായതിനു ശേഷമാണല്ലോ വിഴിഞ്ഞത്തുനിന്ന് ഇതെല്ലാം പോകാൻ തുടങ്ങിയത്. അപ്പം ഇതാണ് അതിൻ്റെ മാലിയാണ് മെയിൻ ഒരു ഇതുള്ളത്. ബോക്സൈറ്റ് ഇറക്കി ബോക്സൈറ്റ് പിന്നെ റെഗുലറായിട്ട് വരുന്നുണ്ടായിരുന്നു. ബോക്സൈറ്റ് അതിലും കൂടുതൽ ഈ മാലിക്കുള്ള ഓപ്പറേഷനാണ്. അതും ശക്തമായി. മാലിക്കുള്ള ഒരുപാട് എത്ര ഷിപ്പുകൾ ഒരു എന്തുമാത്രം കാർഗോ. നമ്മുടെ ഫാക്ടറിയിലെ ഒരു റോ മെറ്റീരിയലായ ബോക്സൈറ്റിന് വേണ്ടി നമ്മൾ തുടക്കമിട്ട ആ വിഴിഞ്ഞം ഹാർബർ പെട്ടെന്ന് തന്നെ അങ്ങ് വളർന്നു. കാരണം ഇതാണ് തൂത്തുക്കുടിയിൽ നിന്ന് മാലിയിലോട്ട് കാർഗോ കൊണ്ടുപോകുന്ന, അല്ലെങ്കിൽ പിന്നെ സിംഗപ്പൂരിൽ നിന്ന് വരണം. അതെ, ഇത് രണ്ടും വെച്ച് നോക്കുമ്പോൾ 18 മണിക്കൂർ കൊണ്ട് ഇവിടെ നിന്ന് അങ്ങ് ചെല്ലും. അപ്പോൾ ഈ ഒരു സാധനത്തിന് വില ഭയങ്കര വിലയാണ്. സർക്കാർ എന്തെങ്കിലും വികസന പ്രവർത്തനങ്ങൾ ആ വിഴിഞ്ഞം പോർട്ടിൽ നടത്തിയോ? വികസന പ്രവർത്തനം നടത്താനിരുന്നിരുന്നത് വലിയതൊരു ഹാർബറാണ്, അല്ലാതെ വിഴിഞ്ഞം കമേഴ്ഷ്യൽ പോർട്ടാക്കുക എന്നൊരു ഐഡിയ ഇല്ല. അല്ല, അപ്പോൾ അതിന് വേണ്ട അതിന് വേണ്ട ക്രമീകരണങ്ങൾ അതൊക്കെ അവിടെ തന്നെ ഉണ്ടായിരുന്നു. ഈ ബോട്ട് ഫിഷിംഗ് അത് അടുപ്പിക്കാനുള്ള ബർത്തൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇത് വന്ന് കസ്റ്റംസ് പോർട്ട് ഇതായി കഴിഞ്ഞപ്പോൾ പിന്നെ ഡെവലപ്മെന്റ് ആയി ഭയങ്കരമായിട്ട് ബർത്തൊക്കെ ഉണ്ടാക്കി സർക്കാർ പിന്നെ കാര്യമായ ഡെവലപ്മെന്റ്. ഇന്നത്തെ പോലെ മദർഷിപ്പുകൾ എത്താനുള്ള സംവിധാനമായില്ല. ഒന്നുമില്ല, ഒരു 2000 ടണ്ണിൽ കൂടിയ കപ്പലൊന്നും അവിടെ അടുപ്പിക്കാൻ പറ്റത്തില്ല. അതാണ് ഇപ്പോൾ വലിയ വികസനത്തിലേക്ക്. അപ്പൊ പിന്നീട് 1992 മുതലുള്ള ഒരു ചരിത്രം. 92 ശേഷം നമ്മൾ ഇത് കമേഴ്ഷ്യൽ ആക്കിയതിന് ശേഷം
പിന്നെ ഒരുപാട് കപ്പലുകൾ, അതായത് മാലിയിലോട്ടുള്ള സകല വെജിറ്റബിൾ ആ മെയിൻ സംഗതി. മറ്റതല്ലെങ്കിൽ അവിടെ നിന്ന് പോകുമ്പോൾ 2 ദിവസം കഴിയുമ്പോൾ എല്ലാം ചീഞ്ഞൊക്കെ പോകും. പിന്നെ റീഫർ കാർഗോ ഷിപ്പിൽ കൊണ്ടുപോകണം. ഇതൊന്നും വേണ്ട, 18 മണിക്കൂർ കഴിയുമ്പോൾ സാധനം ചെല്ലില്ല. ഇവിടെ നല്ല ഫ്രഷ് വെജിറ്റബിൾസ് സാധനം എല്ലാം അവിടെ ചെല്ലും. കരുണാകരൻ ഇതിൽ ഏതെങ്കിലും ഇടപെടലുകൾ നടത്തിയോ? ഇല്ല. അല്ലാതെ എം പി രാഘവന്റെ തന്നെ ഒരു നിശ്ചയദാർഢ്യം. എം പി രാഘവൻ്റെ അല്ലേ ഇത്, ഞാൻ പറഞ്ഞില്ലേ, ഇത് അച്ചടി സാറ് ഇത്ര സ്ട്രോങ് ആയിട്ട് ഇടപെട്ടില്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ മൈൻഡിൽ പോലും ഇങ്ങനെ ഒരു ഇതില്ല. ഞങ്ങൾ 2 ആഴ്ച കഴിഞ്ഞ് എന്ന് കണ്ടപ്പോഴും ഒന്നും നടന്നില്ലല്ലോ. അതെ അതെ അതെ. പിന്നെ രണ്ടാമത് ഇദ്ദേഹം വീണ്ടും വിളിച്ച് പറഞ്ഞ് ഇത് ഇതായപ്പോഴാണ് അത് ആക്ട് ചെയ്തത്. ഇത് 1995 ഒരു കപ്പൽ ശ്രീ കെ ജി കുരുവിള വാങ്ങിയതിൻ്റെ രേഖകളാണ്. അതിൻ്റെ നികുതി ട്രഷറിയിൽ അടച്ചതിൻ്റെ റെസിപ്റ്റാണ് ഇപ്പോഴും ഒരു അമൂല്യ നിധിയായി അദ്ദേഹം ഇത് തൻ്റെ കയ്യിൽ കരുതി വച്ചിരിക്കുന്നു. ആ കപ്പലിൻ്റെ കഥ എന്താണ്? അത് മാലിയിൽ നിന്ന് വന്ന ഒരു ഷിപ്പ് മേടിച്ചു. മാലിയിൽ നിന്ന് വരാൻ ഞാൻ പറഞ്ഞില്ലേ, 92 ഇത് കമേഴ്ഷ്യൽ ആയതിനു ശേഷം 6 ഷിപ്പിംഗ് ഓപ്പറേഷനിലുള്ള ആര് നോക്കിക്കഴിഞ്ഞാൽ മാലിയായിട്ട് കാർഗോ ട്രാൻസ്പോർട്ടുള്ള ആര് നോക്കിക്കഴിഞ്ഞാലും ഇത് വലിയ ലാഭകരമായിട്ടുള്ളൊരു. അപ്പം അങ്ങനെ കപ്പലുകൾ വരാൻ തുടങ്ങി. അതിലൊരെണ്ണം മേടിച്ചു നമ്മൾ. അപ്പം അന്ന് വേറെ മലയാളികൾക്ക് കപ്പലുകളൊക്കെ സ്വന്തമായിട്ടുണ്ടോ? വേറെ ഉണ്ട്. പോളിസ് ലൈൻസ് ഒക്കെ അവർക്കൊക്കെ ഉണ്ട്. വേറെ 1-2 പേരൊക്കെ. എങ്കിലും വിഴിഞ്ഞം ഹാർബർ കേന്ദ്രീകരിച്ച അങ്ങനെ ആളുടെ ചിന്തയില്ലല്ലോ. അപ്പൊ എന്നിട്ട് നമ്മൾ കപ്പല് ആഘോഷപൂർവ്വം വിഴിഞ്ഞത്തേക്ക് കൊണ്ടുവന്നു. അല്ല, വിഴിഞ്ഞത്ത് വന്ന് മേടിക്കുമായിരുന്നു. പിന്നീട് എന്താ സംഭവിച്ചേ? അതിലിപ്പോൾ കുറച്ച് റിപ്പയർസ് മെയിൻ്റനൻസ് ഒക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ടൊരു സീ ട്രയൽ നടത്തിയപ്പോൾ അത് തിരിച്ചു വന്ന് അകത്ത് കയറുന്നതിനെ കൺട്രോൾ ചെയ്ത് അതിനുള്ള കഴിവില്ലാതെ ആയിപ്പോയി. അത് വന്ന് ഈ ബ്രേക്ക് വാട്ടറിൽ, അതായത് ഇതിൻ്റെ മതിൽ കെട്ടി വെച്ചിട്ടുണ്ടല്ലോ തിരയും വരാതിരിക്കും, അതിൽ പുറത്തൊന്ന് വന്ന് ഇടിച്ച് അവിടെ മുങ്ങിപ്പോയി. അത് കപ്പൽ മുങ്ങി. അതിന്റെ ഫോട്ടോ ഞാൻ കണ്ടു. കപ്പൽ മുങ്ങി. അത് പിന്നീട് നമുക്ക് എടുക്കാൻ കഴിഞ്ഞില്ല. അത് ഓപ്പൺ കടലിൽ ഓപ്പൺ സീലായതുകൊണ്ട് അവിടെ തിര ശക്തിയാണ്. അപ്പം അതുകൊണ്ട് അത് പൊക്കി ക്രെയിൻ വഴിയോ മറ്റേതില്ല, അതൊന്നും പറ്റിയില്ല. പക്ഷെ ഒരുപാട് നോക്കി, കുറേ 3-4 ലക്ഷം രൂപ അതിന് കളഞ്ഞു. പക്ഷെ ഒന്നും നടന്നില്ല. ഇപ്പോഴും ആ കപ്പൽ അവിടെ കിടപ്പുണ്ട്. അത് ആർക്കും ഇപ്പോഴും ഉയർത്താൻ കഴിയില്ല. അപ്പൊ ഈ കപ്പലുകൾ ഇതുപോലെ കടലിലേക്ക് താഴ്ന്നു പോകുന്നത് പിന്നീട് എടുക്കുക അത്ര എളുപ്പമല്ല. പുറത്താണെങ്കിൽ വലിയ ബുദ്ധിമുട്ടാണ്. കൂടുതലുള്ള സ്ഥലത്താണെങ്കിൽ വലിയ ബുദ്ധിമുട്ടാണ്. അല്ലെങ്കിൽ അതുപോലെ എക്സ്പെൻസീവ് ആയിട്ടുള്ള കാർഗോയൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ അത് പൊക്കിയെടുത്താലും മുതലേ. ഇതിപ്പോൾ ഇരുമ്പല്ലേ ഉള്ളൂ. ഇരുമ്പ് പൊക്കിയെടുത്ത് ഈ ഇത് കൊണ്ടുവന്ന് അതിൻ്റെ ചിലവും ഈ അണ്ടർ വാട്ടർ കട്ട് ചെയ്തെടുക്കണം. അണ്ടർ വാട്ടർ കട്ടിങ് എന്ന് പറയുന്നത് ഈ ബ്ലോ ടോർച്ച് വെച്ച് വെള്ളത്തിൻ്റെ താഴെ നിന്ന് ഇത് പീസാക്കിയിട്ടൊക്കെ വേണ്ട പൊക്കിയെടുക്കാണ്. അതൊക്കെ ഭയങ്കര എക്സ്പെൻസീവാണ്. അപ്പോൾ അതൊക്കെ ചെയ്തെടുക്കാൻ കരയോട് അടുത്തുള്ളിടത്താണെങ്കിൽ നമുക്ക് കരയ്ക്ക് നിന്ന് ക്രെയിൻ വെച്ചൊക്കെ എടുക്കാൻ പറ്റും. ഇത് പറ്റത്തില്ലാതായി. അപ്പോൾ പാലായിൽ നിന്ന് വന്ന ഒരു സാഹസികനായ ഒരു വ്യവസായിയുടെ കഥയാണ് ശ്രീ കെ ജി കുരുവിളയിലൂടെ നമ്മൾ കേൾക്കുന്നത്. വിഴിഞ്ഞം ഹാർബർ ഒരു യാഥാർത്ഥ്യമാക്കി, ഒരു കൊമേഴ്ഷ്യൽ പോർട്ടാക്കി മാറ്റാൻ അദ്ദേഹം നടത്തിയ കഠിന ശ്രമങ്ങൾ, അതിനെ തുടർന്ന് ഒരു കപ്പൽ പോലും സ്വന്തമായി വാങ്ങി. പക്ഷേ അവിടെ ദൗർഭാഗ്യം, അന്നത്തെ സാമ്പത്തിക പ്രതിസന്ധി അത് ഉണ്ടായിരുന്നു. നല്ല പ്രതിസന്ധി ഉണ്ടായിരുന്നു. അത് നമ്മുടെ ഈ ഫാക്ടറി വല്ലതും ബാധിച്ചോ? ഇല്ല, ഫാക്ടറിയായിട്ട് ബന്ധപ്പെട്ടില്ല. ഇത് നമ്മുടെ സ്വന്തം ആക്ടിവിറ്റി ആയിരുന്നു. അപ്പോൾ അത് മറ്റേ കുടുംബപരമായിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടായോ? അല്ല, കുടുംബത്തിൽ ഈ കപ്പൽ മേടിക്കുന്നതിന് എന്തെങ്കിലും എതിർപ്പുകളൊക്കെ? ഇല്ല, ഒന്നും ചോദിച്ചാൽ നമ്മൾ സ്വന്തം പൈസ ഇല്ലല്ലേ മേടിക്കുന്നത്. അപ്പോൾ അതിലൊന്നും കമ്പനി. പിന്നീട് വിഴിഞ്ഞത്തിൻ്റെ ചരിത്രം എന്താണ്? ഇത് ഈ നമ്മൾ ഷിപ്പ് മേടിക്കുന്നതിന് മുമ്പ്, മേടിക്കുന്നത് 94-95 കാലഘട്ടത്തിലല്ലേ. 92 നമ്മളിത് ഡിക്ലെയർ ചെയ്തെടുത്തല്ലോ. അതിനുശേഷം അത് ഓപ്പറേഷൻ തുടങ്ങി വിഴിഞ്ഞത്ത് കമേഴ്ഷ്യൽ പോർട്ട്. കാരണം ഇത് ഞാൻ പറഞ്ഞില്ലേ, മാലിക്ക് കാർഗോ കൊണ്ടുപോകുന്നവരെ സംബന്ധിച്ച് വെജിറ്റബിൾസ് പ്രത്യേകിച്ച്. പിന്നീട് എന്തെങ്കിലും അതിന് പിന്നീട് മുടക്കം വന്നോ? ഏതിന്? ഈ വിഴിഞ്ഞം ഹാർബർ? ഇല്ല, കണ്ടിന്യൂസ് ആയിട്ട് കമേഴ്ഷ്യൽ ഓപ്പറേഷൻ നടക്കുന്നുണ്ട്. ചെറിയ കപ്പലുകളെ പറ്റുള്ളൂ. വലിയ വികസനത്തിനുള്ള അതിൽ സ്റ്റേറ്റിൻ്റെ പോർട്ടല്ലേ. സ്റ്റേറ്റിൻ്റെ പോർട്ടാകുമ്പോഴത്തേക്ക് ഈ നമുക്കറിയാവുന്ന പിന്നെ വലിയ തുറയുണ്ട്. ഇത് ആക്ച്വലി വിഴിഞ്ഞത്തിന് ഒരു കമേഴ്ഷ്യൽ പോർട്ടായിട്ട് മാറ്റാനുള്ള ഒരു പ്രപ്പോസലും ഇല്ല, പ്രോജക്റ്റും ഇല്ല, നടപടികളും ഇല്ല, ഒന്നുമില്ലായിരുന്നു. വലിയ തുറ പോർട്ട് ഡെവലപ്പ് ചെയ്യുക എന്നുള്ള ഒരു ഐഡിയയെ ഗവൺമെൻറ്റിൻ്റെ മുന്നിൽ ഉണ്ടായിരുന്നുള്ളൂ. ഇതിങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ, അത് പ്രത്യേകിച്ച് തച്ചടി സാറുടെ കൊണ്ട് മാത്രമാണ് ഇത് ആയി കിട്ടിയത്. അല്ലാതെ വലിയതുറ പോർട്ടും വിഴിഞ്ഞം പോർട്ടും തമ്മിലുള്ള വ്യത്യാസം, വലിയതുറ പോർട്ടിൽ ഈ ഓപ്പൺ, ഞാൻ പറഞ്ഞില്ലേ, ഓപ്പൺ സീയിലോട്ട് ഒരു ബ്രിഡ്ജ് വെച്ചിട്ട് അതേ അറ്റത്തല്ലേ നിൽക്കുന്നത്. അപ്പോൾ ഈ തിര വരുമ്പോൾ ഈ ഷിപ്പ് നിൽക്കുന്നത് ഇങ്ങനെ പൊങ്ങുകയും തൊഴുകയും ചെയ്യുമ്പോൾ അതിൽ നിന്ന് അൺലോഡ് ചെയ്ത് എടുക്കുകയും കയറ്റുകയും ചെയ്യുന്നത് വലിയ ബുദ്ധിമുട്ടാണ്. അതാണ് ഇതിൻ്റെ പ്രശ്നം. നേരെ ഇതാകുമ്പോൾ അകത്ത് കയറി കഴിയുമ്പോൾ നല്ല കുളത്തിൽ കിടക്കുന്ന പോലെ നമ്മളൊരു വീട്ടിൽ ഒരു കടലാസ് വെള്ളം ഉണ്ടാക്കി ഒരു പാത്രത്തിലിട്ടാൽ എങ്ങനെ
ഇരിക്കുന്നു പറഞ്ഞ പോലെ തിര കുറവാണ്, തിരയേയില്ല. ആഴം നല്ല ആഴമുണ്ട്, ആഴം ഡ്രഡ്ജ് ചെയ്തിട്ട് 2 ബ്രേക്ക് വാട്ടർ ഉണ്ടാക്കിയിരിക്കില്ല. അതിൻ്റെ താഴെ നല്ല ഡെപ്ത് ഉണ്ട്. പക്ഷേ ഈ തിര വരുന്നത് ഈ പുറത്ത് ബ്രേക്ക് വാട്ടർ തട്ടി അവിടെ നിൽക്കും, അകത്തോട്ട് വരത്തില്ല. അല്ല, ഒരുപാട് പഠനങ്ങളിൽ നിന്ന് ഒരുപാട് വിശകലനങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന ഇപ്പോൾ ശ്രീലങ്കയിലെ പോർട്ട് അല്ലെങ്കിൽ ഇന്ത്യയിലെ മറ്റ് പോർട്ടുകൾ ഒക്കെ തുലനം ചെയ്യുമ്പോൾ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിന് ഒട്ടനവധി പ്രത്യേകതകളുണ്ടെന്നാ. അതുകൊണ്ട് വിഴിഞ്ഞത്തിനുള്ള മെയിൻ ഇതിപ്പോൾ നമ്മൾ ഇവിടെ വല്ലാർപാട ഷിപ്പിംഗ് ഉണ്ട്. അവരുടെ ശ്രീലങ്കയിലെ ഹമ്പൻതോട്ട പോർട്ടൊക്കെ എല്ലാം തീരും. ചൈന പോലും. കാരണം ഇതിലെ ഈ വരുന്ന വലിയ MSCയുടെ വലിയ ഷിപ്പുകൾ വരുന്നതെന്ന് പറയുന്ന വേൾഡിലെ ബിഗസ്റ്റ് ഷിപ്പ് വരുന്നതെന്ന് പറഞ്ഞാൽ അത് ഷിപ്പിംഗ് ചാനലിൽ നിന്ന് 3 ഫുട്ബോൾ ഗ്രൗണ്ടിന്റെ സൈസുള്ള. അതെ, നമ്മുടെ ഈ വിഴിഞ്ഞെന്ന് പറയുന്നത് ഇന്റർനാഷണൽ ഈ ഷിപ്പിംഗ് റൂട്ടിൽ കൂടെ അല്ലാതെ കപ്പലിന് പോകാനൊക്കത്തില്ല, അല്ലാതെ മാറി അതിലൊന്നും പോകാൻ പറ്റില്ല. ഇതിന് ഷിപ്പിംഗ് ചാനൽസ് ഉണ്ട്, റൂട്ടുണ്ട് അതിലൂടെ. അപ്പോൾ ആ ഷിപ്പിംഗ് റൂട്ടിൽ നിന്ന് 10 നോട്ടിക്കൽ മൈൽ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ വിഴിഞ്ഞമായി. നേരെ മറിച്ച് ഇപ്പോൾ കൊളംബോയിൽ ചെല്ലണമെങ്കിൽ ഇത് ചുറ്റി അപ്പുറത്ത് ചെന്നിട്ട് വേണം, വേറൊരു പോർട്ടൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് കൊളംബോയിൽ പോകുന്നത്. അപ്പോൾ ഒരു ദിവസം പോകും ഈ വലിയ കപ്പലിന്. ഒരു ദിവസം എന്ന് പറഞ്ഞാൽ അതിൻ്റെ കോസ്റ്റ് എന്തേലും, ഇത് എന്തുമാത്രം ഡീസൽ, എന്തുമാത്രം ഓയിൽ അബേൺ ചെയ്യുന്നത്. ഈ വല്ലാർപാടുമായിട്ട് ഇതിനെ നമുക്ക് തുലനം ചെയ്ത്, വല്ലാർപാടത്തിൻ്റെ മെയിൻ ഇതെന്നാന്ന് പറഞ്ഞാൽ ഇതിനകത്ത് 1930 ഈ ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡ് അനുസരിച്ച് ഈ വലിയ ഇതിന് ഡെപ്ത് 25 മീറ്റർ താഴ്ച വേണം. ഇതിന് സാധനം വെള്ളത്തിൻ്റെ താഴോട്ട് ഡെപ്ത് വേണം. വിഴിഞ്ഞത്തിന് നാച്ചുറൽ ഡ്രാഫ്റ്റ് 30 മീറ്റർ ഉണ്ട്, ഒരു ഡ്രഡ്ജിങ്ങും ഇല്ലാതെ. വല്ലാർപാടത്ത് ഈ വലിയ സൂപ്പർ ടാങ്കർ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഈ 30 മീറ്ററിലോട്ട് താത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ കര മുഴുവൻ വെള്ളത്തിൽ പോകും. എളുപ്പമല്ല, അത് ഇടിഞ്ഞു പോകും മുഴുവൻ. വെള്ളം ആക്കുമ്പോഴത്തേക്കും കര നിൽക്കുന്നില്ലേ, കര ഇടിഞ്ഞങ്ങ് പോകും. ഇടിഞ്ഞിടിഞ്ഞ് വെള്ളത്തിലോട്ട് പോകും, പിന്നെ ഡ്രഡ്ജ് കര. വലിയ തോതിൽ വല്ലാർപാടം ഡ്രഡ്ജിങ് ഇതിനകം തന്നെ അപകടം ഉണ്ടാകും. ഈ കര മുഴുവൻ ഇടിഞ്ഞ് താഴോട്ട് പോകും. അതിനകത്ത് ഇവിടെ ഒന്നുമില്ലാതെ തന്നെ നാച്ചുറൽ ഡ്രാഫ്റ്റ്, ആരും ഡ്രഡ്ജ് ചെയ്യുകയോ ഒന്നും ചെയ്യാതെ നാച്ചുറൽ ഡ്രാഫ്റ്റ് 30 മീറ്റർ ഉണ്ട്. ഇവിടെ അതുപോലെ ഇപ്പോൾ ഇതിനോട് കമ്പീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുളച്ചൽ ഹാർബർ ഉണ്ടാക്കാൻ നോക്കുന്നുണ്ട് തമിഴ്നാട്. ഇത് കാരണം അവർക്ക് ഡെവലപ്മെൻറ്റ് നമ്മളായാലും ഇവിടെ എല്ലാത്തിനും മുടക്ക് വരും എന്നുള്ളത് കൊണ്ട് അങ്ങോട്ട്. അവിടെ താഴെ പാറയാണ്. ഈ 30 മീറ്റർ ഉണ്ടാക്കണമെങ്കിൽ പാറ വെടിവെച്ചതാക്കണം. എളുപ്പമല്ല, നല്ല എളുപ്പമല്ല. ഇവിടെ ഇത് തന്നെ ഉണ്ട്. മനസ്സിലായി. അതാണ് ഇതിൻ്റെ. അദാനിക്ക് വലിയ തോതിൽ പണി എളുപ്പമുണ്ടായിരുന്നു. പിന്നെ വലിയ എളുപ്പമുണ്ടാവില്ല, മറ്റൊന്നും നടക്കില്ല. ഇപ്പോൾ ഇവിടെ വല്ലാർപാടം ഡെപ്ത് കൂട്ടുക എന്ന് പറഞ്ഞാൽ ഇമ്പോസിബിൾ. കാരണം പിന്നെ ഐലൻഡ് കാണുകയല്ല, മുന്നും താഴോട്ട് പോകും. മനസ്സിലായി. ഇടിഞ്ഞു പോകും, കരയിടിഞ്ഞ്. നമ്മളിപ്പോൾ ഒരു കെട്ടിടം വെച്ചിരിക്കുന്നതിൻ്റെ താഴെ സൈഡിൽ കുടിച്ച് കഴിഞ്ഞാൽ കെട്ടിടിഞ്ഞ് താഴോട്ട് പോകില്ലേ എന്ന് പറഞ്ഞത്. അപ്പം അങ്ങയുടെ ജീവിതത്തിൻ്റെ ഒരു വലിയ ഭാഗം ഈ വിഴിഞ്ഞം പോർട്ട്, ഈ വലിയ ഭാഗമൊന്നുമില്ല, ഇങ്ങനെ ഒരു ആവശ്യം വന്നതുകൊണ്ട് എങ്കിലും ഇത് നിരീക്ഷിക്കുകയും ഈ പോർട്ടുമായിട്ട് പഠിച്ചു. ഷിപ്പിംഗ് ശരിക്കും പറഞ്ഞാൽ ഇപ്പം എനിക്ക് സാമ്പത്തികമായിട്ട് ഇത് തുടങ്ങാൻ പറ്റത്തില്ല. അല്ലെങ്കിൽ ഇത് റൈറ്റ് ടൈമാണ്. ഇവിടെ നമുക്ക് വിഴിഞ്ഞ് വലിയ ഇതും കൂടെ വന്നപ്പോൾ ഇവിടെ ഓപ്പറേറ്റ് ചെയ്യാൻ, ട്രിവാൻഡ്രത്തുനിന്ന് ഓപ്പറേറ്റ് ചെയ്യാനായിട്ട് കണ്ടെയ്നർ വരുന്നത്. കേരള സർക്കാരിന് പോലും ഒരു ചരക്ക് കപ്പൽ വേണമെങ്കിൽ സ്വന്തമാക്കാൻ പറ്റുന്ന സമയം പറ്റും. അതുപോലെ കപ്പൽ വെച്ചത് വയബിളായിട്ട് നടത്താൻ പറ്റും. സർക്കാർ നടത്തിയാലൊന്നും നടത്താൻ പറ്റില്ല. കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഇതിന് അതിൻ്റേതായ നമ്മളിത് കഷ്ടപ്പെട്ട് നമുക്ക് നഷ്ടം വന്നതായതുകൊണ്ട് ഇത് പഠിച്ചു ശരിക്കും മനസ്സിലായി. അപ്പോൾ അതുകൊണ്ട് ഇത് ഏത് തരത്തിൽ ഓപ്പറേറ്റ് ചെയ്താലും ഇത് പറ്റത്തില്ല. അല്ലാതെ ഇന്ത്യയുടെ ഈ കബട്ടാഷ് എന്ന് പറഞ്ഞൊരു നിയമമുണ്ട്. അതുള്ളത് കൊണ്ട് അതിന് അനുസരിച്ച് രീതിയിലുള്ള, അതായത് ഒരു ഇന്ത്യൻ ഷിപ്പ് അല്ലാത്ത വേറൊരു ഷിപ്പിന് ഇന്ത്യയിൽ 2 പോർട്ട് ടച്ച് ചെയ്യാൻ ഒക്കുകയില്ല. ഒരിടത്തുനിന്ന് വന്നു കഴിഞ്ഞാൽ ഒരു ഇന്ത്യൻ പോർട്ട് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഒരു ഫോറിൻ പോർട്ടിൽ പോയിട്ട് പിന്നെ അടുത്ത ഇന്ത്യൻ പോർട്ടിൽ വരാൻ പറ്റത്തില്ല. എന്തുകൊണ്ടാണ് അത്തരം നിയമം? അത് തന്നെ ഇവിടുത്തെ ഷിപ്പിംഗ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി. അല്ലെങ്കിൽ ഇപ്പോൾ ഫോറിൻ കപ്പലുകൾ മുഴുവൻ വന്നു കഴിയുമ്പോൾ അവര് നമ്മുടെ പോർട്ടുകൾ തോറും ഇങ്ങനെ അടിക്കാൻ നീക്കാൻ വരുത്താതെ ഇവിടെ നിന്ന് ഡെവലപ്പ് ചെയ്യാൻ പറ്റും. പക്ഷേ ഇവിടെ അത് ഡെവലപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഇവിടുത്തെ സ്റ്റാൻഡേർഡ്സ് വെച്ച് അത് വയബിളായിട്ട് നടത്താൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. ഇപ്പം നമ്മുടെ ഈ കണ്ടെയ്നർ അല്ലെങ്കിൽ ട്രക്ക് അത്തരം മൂവ്മെന്റ്സ് കുറച്ച് ഇപ്പോൾ നമ്മൾ വലിയ റേറ്റ് കുറവാണ്. ഷിപ്പ് കൊണ്ടുപോകാൻ ഇപ്പം ഞാൻ പറയാം, ഇപ്പം ഉദാഹരണത്തിന് പറഞ്ഞു കഴിഞ്ഞാൽ പഞ്ചാബിൽ അവിടെയൊക്കെ ഉണ്ടാക്കും ഗോതമ്പ് അരിയല്ല, ഇപ്പം കാറ് വരുന്നത് ഇവിടെ മറ്റേ ഗുജറാത്തിലെ മുകളിൽ നോക്ക അവിടെ നിന്ന് കയറ്റിക്കൊണ്ടു കഴിഞ്ഞാൽ കറങ്ങി ഇപ്പുറത്ത് വന്ന് കൽക്കട്ട, തൂത്തുക്കുടി ഇവിടെ എല്ലാം കൊണ്ടേ ഇറക്കാം. തിരിച്ചു വരുന്ന ഇവിടെ നിന്ന് മറ്റേ തമിഴ്നാട്ടിൽ എന്തേരം വണ്ടികൾ ഉണ്ടാക്കുന്നുണ്ട്. അത് കയറ്റിക്കൊണ്ടുപോയി അവിടെ കൊണ്ടുവരുന്നത് നോർത്ത് ഇന്ത്യയിലുള്ള എല്ലാ തൊട്ട് ഇത് എല്ലാ സ്ഥലത്തോട്ടും ഇത് കൊണ്ടുപോകും. മറ്റേ വണ്ടിയിൽ കൊണ്ടുവന്ന് ഇപ്പം നമ്മൾ കാറൊക്കെ ട്രക്സ് കൊണ്ടുവന്ന് എന്തുമാത്രം ചിലവ്, എത്ര ആളും എത്ര ദിവസം രാത്രിയും പോലും ഇല്ലാതെ വണ്ടി ഓടിച്ച് വന്നിട്ടുണ്ട്. ഇതൊന്നും വേണ്ടല്ലോ, ഇത് കയറ്റിയിട്ട് കഴിഞ്ഞാൽ അവിടെ ചെന്നിറങ്ങി അങ്ങ് പോകും. അങ്ങനെയുള്ളത് ഇനി അത് ഇപ്പം ഇത് കൂടെ വന്നതുകൊണ്ട്
ഈ വലിയ ഈ കണ്ടെയ്നർ കയറ്റി കൊണ്ടുപോകണ്ടേ? അങ്ങയുടെ ഒരു ജീവിതകാലത്ത് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം ഇന്ന് നമ്മൾ പൂർത്തീകരിച്ചതുപോലെ അദാനിയും കേന്ദ്ര സർക്കാരും അങ്ങനെ ചിന്തിച്ചിരുന്നോ? ഒരിക്കലും അന്നൊന്നും 95-കളിലൊന്നും ഇങ്ങനെ ഒരു നടപടിക്കൊന്നും വരുമെന്നുള്ളത്, പ്രത്യേകിച്ച് ഇവിടെ എല്ലാത്തിനും ഒരു തടസ്സം എന്നുള്ള ഇത് വന്നുകൊണ്ട് അത് ഇപ്പോൾ ഗവൺമെന്റിന്റെ ഇച്ഛാശക്തിയുണ്ട്, ഉള്ളത് ഇല്ല എന്ന് പറയാൻ പറ്റില്ലല്ലോ. കഴിഞ്ഞ ഒരാഴ്ചയായി കേരളത്തിലെ മുഖ്യ ചർച്ചാ വിഷയം വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിന്റെ പിതൃത്വത്തെക്കുറിച്ചുള്ള തർക്കങ്ങളായിരുന്നു. ഉമ്മൻചാണ്ടി, അതിലപ്പുറം കരുണാകരന്റെ ഇൻവോൾവ്മെന്റ്, അതിൽ പല കാര്യങ്ങളിലും വ്യക്തത ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ അങ്ങ് 1900 ശരിക്കും പറഞ്ഞ ഉള്ള കാര്യം സത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഈ തച്ചടി സാറിൻ്റെ ഇത്ര സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഇൻവോൾവ്മെൻ്റ് ഇന്നില്ലെങ്കിൽ അന്ന് വന്ന് ഇത് നടത്തിയില്ലെന്നുണ്ടെങ്കിൽ എം പി രാഘവൻ അദ്ദേഹത്തിന് മന്ത്രിയായിരുന്നെങ്കിലും ഒക്കെ ശരിയാ, ഇങ്ങനെ ഒരു പ്രോജക്റ്റ് ഇല്ലാത്ത അങ്ങനെ എങ്ങനെ ചെയ്യും? മനസ്സിലായി. ഇങ്ങനെ വലിയതൊരു പോർട്ട് ഡെവലപ്പ് ചെയ്യാന്നുള്ളതല്ലാതെ ഇങ്ങനെ ഒരു പോർട്ടില്ല, കമേഴ്ഷ്യൽ പോർട്ടിന്റെ ഐഡിയ ഇല്ല. മാധ്യമങ്ങൾ പറയുന്നത് ദിവാനായിരുന്നു സർ സി പി രാമസ്വാമി അയ്യരുടെ ട്രാവൻകൂർ നേവി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അങ്ങേരുടെ വിഷൻ എന്ന് പറഞ്ഞാൽ അങ്ങേര് ഗംഗാ വെള്ളം ഇവിടെ കൊണ്ടുവരണമെന്നുള്ള സ്കീമുള്ള ആളാണ്. നാഷണൽ ഗ്രിഡ്, വാട്ടർ ഗ്രിഡ് ഉണ്ടാക്കുന്നുള്ള തിങ്കിങ് ഉള്ള ആളാണ്. ഇവിടെ വെള്ളപ്പൊക്കവും വരികയില്ല, അവിടുത്തെ ഉണക്കും വരികയില്ല, എല്ലാം ഒന്നിച്ചൊറ്റ അങ്ങേരുടെ വിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചിന്തിക്കാൻ പറ്റത്തില്ലാത്ത ഇത് ട്രിവാൻഡ്രം കേരളത്തിന് തിരുവിതാംകൂർ ഒരു കൺട്രിയായിട്ട് കൺട്രിയുടെ നേവിക്ക് വേണ്ടിയിട്ടുള്ള സേഫ് പോർട്ട് ഉണ്ടാക്കാനായിട്ടുള്ള രീതിയിൽ വിഴിഞ്ഞ് അങ്ങേര് വിഭാവനം ചെയ്തിരുന്നു. അത് വേറൊരു ലെവല്, അത് നമ്മളൊന്നും പറയാൻ പറ്റത്തില്ലല്ലോ. പക്ഷെ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഈ മന്ത്രിസഭയിൽ ഇത് വന്നത് മുഴുവൻ ഇങ്ങനെ ഒരു ഇദ്ദേഹത്തിൻ്റെ, അത് ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോൾ എത്രയോ 50 വർഷമായിട്ട് നടന്നിരുന്നതാണ് ആലപ്പുഴ ചങ്ങനാശ്ശേരി റോഡിലെ പാലം പണി. പക്ഷേ ഇദ്ദേഹം 6 മാസം മന്ത്രിയായിരുന്നപ്പോഴല്ലേ തീർന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഒരു കാര്യം നടത്തിയെടുക്കാനുള്ള അങ്ങനെ ഇദ്ദേഹത്തിൻ്റെ ആ ഒരു കപ്പാസിറ്റി കൊണ്ട് ഇത് നടന്നത്. അത്ര പറയുന്നുള്ളൂ, കമേഴ്ഷ്യലായിട്ട് ഡിക്ലെയർ ചെയ്തത്. അല്ലെങ്കിൽ പിന്നെ ഇതൊന്നുമില്ല. വിഴിഞ്ഞം തുറമുഖത്തിന്റെ ചരിത്രം നമ്മൾ സത്യസന്ധതയോടെ പറയുമ്പോൾ ഈ പേരുകൾ നിശ്ചയമായി ഉയർത്തി ഇതുവരെ ആരും പറഞ്ഞു കേട്ടില്ല. അതുകൊണ്ടാണ് ഷോയിമാൻ ഇത് പറഞ്ഞപ്പോൾ ഞാനിത് പറയാമെന്ന് വിചാരിച്ചത്. അതുകൊണ്ട് അല്ലെങ്കിൽ പിന്നെ നമുക്കിതിൻ്റെ ഇതില്ല. മീനച്ചിൽ മധ്യ തിരുവിതാംകൂർ ഭാഗത്ത് നിന്ന്, പ്രത്യേകിച്ച് പാലാ കാഞ്ഞിരപ്പള്ളി ഭാഗത്ത് നിന്ന് തിരുവനന്തപുരം അല്ലെങ്കിൽ കേരളത്തിൻ്റെ പല ഭാഗങ്ങളിലേക്ക് കടന്നു വന്ന കുടിയേറിയെന്ന് വിശേഷിപ്പിക്കുന്ന പല ആളുകളുടെയും കഠിനം പരിശ്രമത്തിന്റെ കഥകളുണ്ട്. അത് പലതും ഇതുപോലെ വേറെണ്ണമാണ് പറഞ്ഞു കഴിഞ്ഞാൽ അതിവിടെ ആരൊക്കെ പറഞ്ഞു. ഈ ആദ്യത്തെ ബസ് തിരുവിതാംകൂർ നമ്മുടെ ആയിരുന്നല്ലോ, തിരുവനന്തപുരത്തുനിന്ന് കൊല്ലം റൂട്ടിലാണ് ആദ്യത്തെ ഇവിടുന്ന് 1908 നമ്മുടേത് എന്ന് പറയുമ്പോൾ നമ്മുടെ ഫാമിലി കുടുംബത്തെ കേരളത്തിലെ 2 കയ്യാലക്കകം 2 ബസ്സാണ് അന്ന്. ഒന്ന് നാറോലിൽ, തിരുവനന്തപുരത്ത് നിന്ന് നാറോലിലുള്ള, അത് അരമന നാരായണൻ തമ്പി എന്ന് പറഞ്ഞ അദ്ദേഹത്തിന്റെ ബസ്. രണ്ടാമത്തത് നമ്മുടെ രണ്ടും ഒന്നിച്ച് സ്റ്റാർട്ട് ചെയ്തു. അല്ല, ഇത് ഈ ബസ് എവിടുന്ന് കൊണ്ടുവന്നു? അത് ഇംഗ്ലണ്ടിൽ നിന്ന് ടോണി ക്രാഫ്റ്റ് എന്ന് പറഞ്ഞ ഒരു ബ്രിട്ടീഷ് ഇത് ഇമ്പോർട്ട് ചെയ്തു. റോഡൊക്കെ ഉണ്ടോ പോവാൻ? ഇല്ല, ചങ്ങാടമൊക്കെ ഉണ്ടാക്കി അങ്ങനെയൊക്കെയാണ് അത് ഓപ്പറേറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. പാലസിൽ നിന്ന് പോകും, പാലസിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യും കൊല്ലം വരെ, എന്നിട്ട് കൊല്ലത്തുനിന്ന് തിരിച്ചിങ്ങോട്ട് പാലസിലോട്ട് വരും. നമ്മുടെ ചെറിയൻകീഴ് പോലെയുള്ള സ്ഥലങ്ങളിൽ ഈ പുഴ ചങ്ങാടം ഉണ്ടാക്കിച്ച് ചങ്ങാടം വിട്ട് കിടത്തി പുറത്ത് കയറ്റിക്കൊണ്ടു പോകും. ചങ്ങാടത്തിൽ കൂടെ പടമൊക്കെ വന്നായിരുന്നു. എനിക്കൊന്ന് മാതൃഭൂമി മറ്റൊരു ഇത് ഇറക്കിയായിരുന്നു. അല്ല, അതുപോലെ എത്ര പാലങ്ങൾ ഇല്ലായിരുന്നു? 1908 അപ്പോൾ പാലമൊക്കെ എല്ലാം ഇത് തന്നെയല്ല, നിങ്ങളുടെ അരപ്പാലം പോലും ഇല്ലല്ലോ എന്നൊന്നും. അതെ, അതൊക്കെ ഒരു വലിയ സാഹസികതയുടെ കഥകളല്ലേ. അതൊക്കെ ലാഭകരമായിരുന്നോ ഇത്തരം? അത് വാറ് വന്നപ്പം ലാഭമാകാതെ പോയി, അങ്ങനെ നിന്ന് പോയി. ഒന്നാം ലോകം ആ സമയത്ത് ഇതിന്റെ സ്പെയർ പാർട്സ് കിട്ടാതെ വന്നു. അത് ഇംഗ്ലണ്ടിൽ നിന്ന് വന്നാണ് പറഞ്ഞത്. അങ്ങനെ വന്നത് ബസ് സർവീസ് നിന്ന് പോയി. അപ്പോൾ ആദ്യത്തെ ബസ് സർവീസ് വിഴിഞ്ഞം പോർട്ടിലേക്ക് കൊണ്ടുവന്ന സ്വന്തം കപ്പൽ അത് പൊങ്ങി കടലിൽ കിടക്കുന്നു. ബസ്സിന് പാർട്സ് കിട്ടാതെ ബസ് അത് കട്ടപ്പുറത്തായ കഥ. അപ്പോൾ ഓരോ പരിശ്രമത്തിന് പിന്നിൽ ഒരുപാട് വേദനയുണ്ട്. ഇതൊക്കെ ശരിക്കും ആ ഷിപ്പ് മുങ്ങിയതൊക്കെ ഭയങ്കര സങ്കടമുള്ള കാര്യമായിരുന്നു. അല്ലെങ്കിൽ അത് എങ്ങനെ ഓപ്പറേറ്റ് ചെയ്തതെന്ന് ഇന്നും എനിക്ക് ഇപ്പോഴും എൻ്റെ മനസ്സിൽ ഇതുണ്ട്. കാരണം ഇപ്പം പ്രത്യേകിച്ച് ഇവിടെ വരുന്നിറങ്ങുന്ന കണ്ടെയ്നർ അകത്തോട്ട് പോകണ്ടേ, മനസ്സിലായി. ഇപ്പം ഇവിടുന്ന് കണ്ടെയ്നർ കൽക്കട്ടയ്ക്ക് പോകണമെങ്കിൽ റോഡ് വഴി പോകണ്ടേ, അല്ലെങ്കിൽ ട്രെയിൻ വഴി പോകണ്ടേ. ഇത് ഇവിടുന്ന് തൊട്ടടുത്ത് വിഴിഞ്ഞത്ത് നമ്മുടെ ചെറിയ ബോട്ടുണ്ടല്ലോ, അവിടുന്ന് ഒരു ഇത് കയറ്റി കൊണ്ടുപോകാൻ പറ്റുവാണെങ്കിൽ എന്ത് ചിലവുണ്ട്. ഗുജറാത്തിൽ കൊണ്ടുപോകാൻ മേലേ, അവിടെ നിന്നുള്ള കണ്ടെയ്നർ ഇവിടെ കൊണ്ടുവന്നിട്ട് മദർഷിപ്പെ കയറ്റി വിടാനായിട്ട് കൊണ്ടുപോകാൻ മേലേ.
അത് ആ പൊട്ടൻഷ്യൽ ഇപ്പം ഭയങ്കരമായിട്ട് കൂടിയിട്ടുണ്ട്. പക്ഷെ അത് ഓപ്പറേറ്റ് ചെയ്യാനായിട്ട് വേണ്ട രീതിയിൽ ഇപ്പോഴും പലർക്കും ഈ വിഴിഞ്ഞം തുറമുഖത്തെക്കുറിച്ച് ചില സംശയങ്ങളുണ്ട്. ഒരു അന്താരാഷ്ട്ര തുറമുഖം ഇതും കൊണ്ട് കേരളത്തിന് എന്ത് പ്രയോജനം എന്നൊക്കെ ചോദിക്കുന്ന ധാരാളം ആളുകളുണ്ട്. അതൊന്നുമല്ല. ഇപ്പോൾ റോട്ടർഡാം ഹാർബറേ ഉള്ളൂ ഇതുമായിട്ട് കമ്പയർ ചെയ്യാവുന്നുള്ളൂ. നമ്മളിത് ഞാൻ ഇതുമായിട്ട് എനിക്ക് ഒരു ബന്ധമില്ലാത്ത ആളാണ്. ഷിപ്പിംഗ് എന്താണെന്ന് അറിയാൻ മേലാത്ത പോയിട്ട് കൃഷിക്കാരനായിട്ട്. പക്ഷേ ഇതിന് ആവശ്യം വന്നുകൊണ്ട് പഠിച്ചു, പ്രായോഗികമായിട്ട് ഇതിൻ്റെ ബുദ്ധിമുട്ടുകൾ സംഗതി പഠിച്ചു. നമ്മുടെ സ്വന്തം ആവശ്യത്തിന് വേണ്ടിയിട്ടായതുകൊണ്ട് പഠിച്ചു. അപ്പോഴാണ് ഇതിൻ്റെ ഇത് മനസ്സിലാക്കിയത്. ഇത് ശരിക്കും ഇത് ഇവിടെ അടുത്തില്ല ദുബായ്. പിന്നെ അവിടെ നിന്ന് വന്നു കഴിഞ്ഞാൽ ദുബായ് കഴിഞ്ഞാൽ പിന്നെ ഷാങ്ഹായിയേ ഉള്ളൂ ഇതിനോട് കമ്പീറ്റ് ചെയ്യാവുന്ന ഒരു സ്ഥലമുള്ളൂ. എൻ്റെ അടുത്ത സുഹൃത്തു കൂടിയാണ് ശ്രീ കെ ജി കുരുവിള. അദ്ദേഹത്തിൻ്റെ ഈ കഥകൾ വാസ്തവത്തിൽ ഞങ്ങൾ സുഹൃത്തുക്കൾക്കിടയിൽ വലിയ രോമാഞ്ചം ഉണ്ടാക്കുന്നതാണ്. കാരണം കേരളത്തിലെ വിഴിഞ്ഞം പോർട്ട് എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കിയ ഒരു വ്യക്തി. അതല്ല നമ്മുടെ ഒരു ആവശ്യത്തിന് കമേഴ്ഷ്യലാക്കി എടുക്കേണ്ടി നമ്മുടെ അന്നത്തെ ആവശ്യം അങ്ങനെ വന്നു. കപ്പലിൻ്റെ കഥ. അങ്ങേക്ക് ഒരു ഇത്തരം പരിശ്രമങ്ങളെക്കുറിച്ച്, ഇത്തരം ഓരോ ചിന്താ ശേഷിയെക്കുറിച്ച് നമ്മുടെ പ്രേക്ഷകരോട് എന്താ പറയാനുള്ളത്? അല്ല, ആവശ്യങ്ങൾ വരുമ്പോഴല്ലേ ഓരോരുത്തരും ആ രീതിയിൽ ചിന്തിക്കത്തുള്ളൂ. നമുക്കിപ്പോൾ ഇങ്ങനെ ഒരു ആവശ്യം വന്നു, അതെങ്ങനെയും ഇതുണ്ടാക്കിയ ഇത് ഇപ്പോൾ ഉദാഹരണത്തിന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഞാൻ പറഞ്ഞല്ലോ ബോക്സൈറ്റ് 50%, 55% L2 3 2% താഴെ അയണുള്ളത് വെച്ച് ഉണ്ടാക്കാൻ പറ്റുന്നത്. കേരളത്തിൽ ഇങ്ങനെ ഒരു സാധനം ഇല്ല എന്നുള്ളതായിരുന്നു. ഞാൻ അത് ആവശ്യം കാരണം മറ്റേ ഇത് മുങ്ങിയും പോയി ഇതെല്ലാം വന്നുകൊണ്ട് ഇതിവിടെ ട്രേസ് ചെയ്തെടുത്ത് കുളത്തൂർ എഞ്ചിനീയറിംഗ് കോളേജിൻ്റെ അപ്പുറത്തുനിന്ന് ഇതേ ക്വാളിറ്റിയുള്ള സാധനം ഇവിടെ ഉണ്ടായിരുന്നു. അത് മൈൻ ചെയ്തു. ജിയോളജി വകുപ്പ് കേരളത്തിൽ ബോക്സൈറ്റ് ഇല്ല, ഈ ക്വാളിറ്റിയുള്ള ബോക്സൈറ്റ് ഇല്ലെന്ന് അവർ ഇതിൽ പോയി കണ്ടുപിടിച്ചു തപ്പിയെടുത്തു. കാരണം ഒരേ കല്ലും എടുത്ത് പൊടിച്ച് എഴുതിയിട്ട് അത് വെച്ച് ആലം ഉണ്ടാക്കി നോക്കി അതിൻ്റെ അലൂമിന എസ്റ്റിമേറ്റ് ചെയ്ത്, ഞാനൊരു കെമിസ്ട്രി ബിഎസ്സിക്കാരനായതുകൊണ്ട് എനിക്കത് സാധിക്കുമായിരുന്നു. അങ്ങനെ ചെയ്ത് നോക്കി കറക്റ്റ് സാധനം കിട്ടി. അത് വെച്ച് ഇതുണ്ടാക്കി അതിന് ജിയോളജിക്കാർ കേസെടുത്തോണ്ട് വന്നു. പിന്നെ അതൊരു തരത്തില്ല അതിൻ്റെ മേജർമെന്റിലാണ് ഇത് അങ്ങനെ എടുക്കാൻ പറ്റുന്നത്. എനിക്കറിയില്ലായിരുന്നു. അപ്പം എടുക്കാൻ പിന്നെ അവർ അത് കോമ്പൗണ്ട് ചെയ്തു. അത് ഒഫൻസായിട്ട് അതിന് ഫൈൻ അടിപ്പിച്ചു. കേരളത്തിന്റെ പ്രശ്നം. ഇത് എങ്ങനെയാലും ഒന്ന് ശരിയാക്കി ഡെവലപ്പ് ചെയ്തെടുക്കുക. അതല്ല, അതിനുടനെ പിന്നെ വലിയ ബുദ്ധിമുട്ട്. പിന്നെ ഒരു തരത്തിലത് അവർക്ക് വലിയ നടപടികൾ. പക്ഷെ അത് ഫൈനാക്കാതെ പറ്റത്തില്ലെന്ന് പറഞ്ഞ് ഫൈൻ അടിച്ച് പിന്നെ ഫൈനൊക്കെ അടച്ച് അത് അങ്ങനെ അത് വെച്ച് ഉണ്ടാക്കി IS ഗ്രേഡ് സാധനം ഉണ്ടാക്കി ഞാൻ ഇത് ചെയ്തു. എങ്ങനെ തളർത്താം എന്നുള്ളതിലാണ് എല്ലാ വകുപ്പുകളും മത്സരിക്കുന്നത്. വലിയ ബുദ്ധിമുട്ടാണ് ഇവിടെ. അത് പല തലങ്ങളിൽ. ഈ കപ്പൽ വന്നപ്പോഴൊക്കെ അത്തരം ബുദ്ധിമുട്ടുകൾ ഉണ്ടായോ? കപ്പലിനും ഉണ്ടായി, പിന്നെ സ്വാഭാവികമായിട്ടും ഉണ്ടാവുമല്ലോ. കൈക്കൂലി ഉൾപ്പെടെ അത് കൊടുക്കേണ്ടി വന്നോ? കൈക്കൂലിയൊന്നുമില്ല. എന്തായാലും ഒരു സംഭവ ബഹുലമായ കഥകളാണ് നമ്മുടെ ജീവിതത്തിൽ. ഇതൊക്കെ ഒരു വലിയ അനുഭവമാണ് അല്ലേ? ഞാൻ സിനിമയും എടുത്തതാ. ഏതായാലും സിനിമ തേനും വേമ്പും. അപ്പൊ ജീവിതത്തിൽ എല്ലാ തലങ്ങളിലും കൈവച്ചിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ തക്കലയിൽ ഒരു എസ്റ്റേറ്റ് അല്ലേ, കൃഷിയായിട്ട് നിൽക്കുന്നു. പ്രായമായില്ലേ, അപ്പൊ അതുകൊണ്ട് പ്രായം പ്രവർത്തിക്കുന്നവർക്ക് പ്രായമില്ലല്ലോ, പ്രത്യേകിച്ച് അങ്ങേക്ക്. അങ്ങനെ തീർച്ചയായിട്ടും വളരെ നന്ദി. ഒരു പക്ഷേ കേരളത്തിന് പ്രേക്ഷകർക്ക് ഒരു പുതുമയായി തോന്നാവുന്ന ചരിത്ര വസ്തുതയാണ് അങ്ങ് വെളിപ്പെടുത്തിയിരിക്കുന്നത്. വിഴിഞ്ഞം കൊമേഴ്ഷ്യൽ പോർട്ടിൻ്റെ പിതൃത്വത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്നവർ തീർച്ചയായും സ്വയംഭം ബിജുവിനോട് ബിജുവിന് അറിയാം, ഇതെല്ലാം കഥകളെല്ലാം അറിയാം. അല്ല, തീർച്ചയായിട്ടും. അല്ല, ഈ വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ പിതൃത്വത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്നവർ, തർക്കിക്കുന്നവർ ഈ കഥകൾ കൂടി അറിഞ്ഞിരിക്കണം. എങ്കിലേ മുഴുവൻ എപ്പിസോഡ് പൂർത്തിയാകൂ. വളരെ നന്ദി ശ്രീ കെ ജി കുരുവിള. നന്ദി.